പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അതേസമയം ഏറെ വിവാദങ്ങളിലായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനായി VBG റാംജി ബിൽ ഏകപക്ഷീയമായി രാജ്യസഭയിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പാസ്സാക്കിയത്. കേന്ദ്ര സർക്കാർ 8 മണിക്കൂർ ബില്ലിൽ ചർച്ച അനുവദിച്ചിരുന്നു. എന്നാൽ 7 മണിയോടെ ഏതാണ്ട് 6 മണിക്കൂർ ആകുന്നതോടുകൂടി ചർച്ച അവസാനിക്കുകയായിരുന്നു. ചർച്ച അവസാനിച്ചത് 12 മണിയോടെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടിയോടെ ബിൽ പാസ്സാക്കുകയായിരുന്നു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അതും തള്ളുന്നു. പ്രതിപക്ഷ പ്രതിഷേധവും ഒക്കെ തള്ളിയാണ് ബില്ല് പാസ്സാക്കുന്നത്. ബില്ലിൽ ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം റാംജി നിയമമാണ് പ്രാബല്യത്തിൽ വരിക. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, പാർലമെൻറ്റിൽ പ്രതിഫലിച്ചത് രാജ്യത്താകെയുള്ള പ്രതിഷേധങ്ങളുടെ അലയൊടിയായിരുന്നു. മഹാത്മാഗാന്ധിജി എന്ന രാഷ്ട്രപിതാവിൻ്റെ പേരെടുത്തു മാറ്റുന്നതടക്കം, അതിലെ സംസ്ഥാന വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതടക്കം നിരവധി വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ അലയടിച്ചതാണ് പാർലമെൻറ്റിൽ. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അതും ചർച്ചകളൊക്കെ വെട്ടിച്ചിരുക്കി ജനാധിപത്യത്തെ ധ്വംസിച്ച്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന ഏകപക്ഷീയ നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. ലോക്സഭയിൽ ഈ ബില്ല് വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ പാസ്സാക്കിയിരുന്നു. പിന്നീട് ഇന്നലെ അർദ്ധരാത്രി വരെ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും 8 മണിക്കൂറായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ മണിക്കൂറുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് വേഗത്തിൽ ഈ ബിൽ പാസ്സാക്കി എടുക്കുക എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NDA ഭരണത്തിലുള്ള MP-മാരൊക്കെ തന്നെയും മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷം അത് ശക്തമായിട്ട് പ്രതിരോധം ഏർപ്പെടുത്തുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ബില്ലുകൾ കീറി എറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും സഭയിൽ നടുക്കളത്തിലിറങ്ങി വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ ബില്ലിൽ ചില ഭേദഗതികൾ വരുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടി പ്രതിപക്ഷ MP-മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരം ഭേദഗതികൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു. അതോടൊപ്പം സെലക്ടിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി പ്രതിപക്ഷ MP-മാർ ഉന്നയിച്ചിരുന്നു. അതും നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ട് ഈ റാംജി എന്ന് പറയുന്ന ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുകയാണ്. ഇനിയും രാഷ്ട്രപതിയുടെ ഒപ്പ് ഇതിൽ വെക്കുന്നതോടുകൂടി ഇത് രാജ്യത്തെ പുതിയ നിയമമായി മാറുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. എന്തായാലും ഇതിനോടകം തന്നെ ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് നിരാഹാരം ഇരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നിരവധി MP-മാർ കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ചിട്ടുള്ള ഈ നിരാഹാര സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് ഇനി രാജ്യ തലസ്ഥാനത്തടക്കം ഉയർന്നു വരാൻ പോകുന്നത്. വിവിധ കർഷക സംഘടനകളും തൊഴിലാളി സംഘടനകളടക്കം ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ ഇന്ന് 11 മണിയോടുകൂടി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പിന്നീട് സംസ്ഥാനങ്ങളും ജില്ലാ തലത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ സംഘടനകൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരമപ്രധാനമായിട്ടുള്ള നിരവധി ബില്ലുകൾ ഇത്തവണത്തെ സഭയിൽ പാർലമെന്റ് പാസ്സാക്കി എടുക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏറെ പ്രധാനപ്പെട്ടത് ആണവ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നു. അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് പാസ്സാക്കി എടുക്കുന്നു. അതോടൊപ്പം ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഈ ബില്ല് പാസ്സാക്കി എടുക്കുന്ന ചില നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറെ ചുരുങ്ങിയ ദിനങ്ങളിൽ മാത്രമാണ് ഇത്തവണത്തെ ശൈത്യകാല സമ്മേളനം ഉണ്ടായത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ അവസാന ഘട്ടങ്ങളിൽ, അതായത് 2-3 ദിവസത്തിനകമാണ് പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി പാസ്സാക്കി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ഇനി രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം കർഷക സംഘടനകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും
രാജസ്ഥാൻ, അതോടൊപ്പം ഹരിയാന, പഞ്ചാബ്, UP തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ കർഷകർ ഒന്നടങ്കം ദില്ലിയിലേക്ക് വലിയ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി മുതൽ അത്തരം പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് കർഷക സംഘടനകളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഇതിലെ നിരവധി ഘടകങ്ങളുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ പേര് മാറ്റുന്നു, VBG റാം പേര് ആക്കുന്നു. മാത്രമല്ല, ഈ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന ആ വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്രം. അപ്പോൾ ആ അർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബാധ്യതയാകുന്ന തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾക്കെതിരായ സമരം. കാരണം ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സാകുന്ന വേളയിൽ ഇതാ രാജ്യസഭയിൽ കൂടി പാസ്സാകുന്നു. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് ആ ബില്ല് പാസ്സാകുന്ന വേളയിലാകെ ഈ BJP പ്രതിനിധികൾ പാർലമെൻറ്റിനെ മതിച്ചത്. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതികളാണ്. ഇതൊക്കെയാണ് പ്രധാനമായും ഇതിലെ വർഗീയ അംശങ്ങൾ, ഗാന്ധി വിരുദ്ധതയൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഘടകങ്ങൾ, അല്ലേ റഷീദ്? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധിജിയെ ഒരു ഘട്ടത്തിൽ വാഴ്ത്തിപ്പാടുകയും അതേസമയം ഇത്തരം ബില്ലുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഗാന്ധി വധം നടത്തുകയും ചെയ്യുകയാണ് RSS അല്ലെങ്കിൽ BJP MP-മാർ എന്നതുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. നേരത്തെ തന്നെ പ്രത്യേകിച്ചും ഈ റഷ്യൻ പ്രധാനമന്ത്രി അടക്കം അവസാന ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയെ വാഴ്ത്തിപ്പാടുന്ന ഒരു സമീപനം BJP-യുടെയും RSS-ന്റെയും ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ചകൾക്കിപ്പുറമാണ് ഇപ്പോൾ ഈ 2ാം ഗാന്ധി വധം എന്ന തരത്തിലേക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും രാമരാജ്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം എന്നുള്ളത് BJP-യിലെ ചില MP-മാർ തന്നെ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഉയർത്തി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്ത ഘട്ടത്തിലും BJP MP-മാരുടെ മറ്റു NDA MP-മാരുടെ ഭാഗത്തുനിന്ന് ജയ് ശ്രീറാം വിളികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള സംഭവം രാജ്യസഭയിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള MP-മാർ ആവർത്തിക്കുകയുണ്ടായി. ഈ ബില്ല് പാസ്സാക്കി ഉടൻ തന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിജയാഹ്ലാദം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ ഗാന്ധിയുടെ വധം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തൊഴിൽ ഒരു അവകാശമാക്കിക്കൊണ്ടായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്നിരുന്നത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കുകയും അതോടൊപ്പം ഇത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് കൂടുതൽ കടബാധ്യതയും അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. 125 ദിവസമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും കൃത്യമായിട്ടുള്ള ദിനങ്ങൾ എവിടേക്കാണ്, ഏതൊക്കെ മേഖലകളിലാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതും അത്തരം അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാകുന്ന ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നതിൽ ഒരു വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത്തരം വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ MP-മാർ സഭയിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അവ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അത് അനുവദിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. തീർച്ചയായും ഒരു വശത്ത് അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധിയെ പ്രകീർത്തിക്കുകയും അതേസമയം മറ്റൊരിടത്ത് ഗാന്ധിയെ വെട്ടിമുറിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ NDA സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. തീർച്ചയായും ഗാന്ധി വധം മുതൽ തന്നെ സംഘപരിവാർ ഇതിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഗാന്ധിജിയുടെ വധം പോലും പുനഃസൃഷ്ടിച്ച നേതാക്കൾ സംഘപരിവാറിലുണ്ട്. നാം അതൊക്കെ തത്സമയം ആ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. എന്തായിരുന്നാലും മഹാത്മാഗാന്ധിജി തൊഴിലുറപ്പ് പദ്ധതിയും ആശയപരമായി കൂടി ഗാന്ധി വധം സൂചിപ്പിക്കുന്നത് തന്നെയാണ് എന്ന നിരീക്ഷണമാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. തൊഴിലുറപ്പ് ബില്ലിനെതിരെ സംയുക്ത കർഷക തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കർഷകരുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ദില്ലിയിലേക്ക് മാർച്ച് നടത്തും. തൊഴിലാളി വിരുദ്ധ ബില്ല് പിൻവലിക്ക വരെ സമരം തുടരാനാണ് കർഷകരുടെ നീക്കം. അബ്ദുൾ റഷീദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്. ഇനി പ്രതിപക്ഷം കൊളുത്തിവിട്ട സമരങ്ങൾ നാം കണ്ടതാണ്. ലാത്തൂരിൽ നിന്നും അടക്കം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർഷകരുടെ പ്രക്ഷോഭം, ചോരയൊലിപ്പിച്ച കാലുമായി അവർ നടന്നു നീങ്ങിയത്
ദില്ലിയിലേക്ക്. മാത്രമല്ല പഞ്ചാബിൽ നിന്നുള്ള കർഷകർ, അവർക്ക് നേരെ വണ്ടി ഇടിച്ചു കയറ്റിയത്, ഈ അടക്കമുള്ള അത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു ആവർത്തനം ഇനി നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രക്ഷോഭങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. എന്തൊക്കെയാണ് സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിൽ എത്തിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിന് വിവിധ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും സംയുക്ത കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ന് ദില്ലിയിൽ തുടക്കമാകുന്നത്. രാവിലെ 11 മണിയോട് കൂടി ദില്ലിയിലെ ജന്തർ മന്ദിറിൽ ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുമതി കേന്ദ്ര സർക്കാരിനെയും ദില്ലി പോലീസിന്റെയും ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തിനകത്ത് വിവിധ പ്രശ്നങ്ങളിലൊക്കെ തന്നെയും പ്രതിഷേധിക്കുന്ന ആളുകളെ ഒരു അടിച്ചമർത്തുന്ന നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ളൊരു രീതി തന്നെയാണ് ഈ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ സമരത്തിന് പിന്നിലും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കർഷക സംഘടനയിലെ ചില ആളുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നത്. ഇന്ന് ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കും. അതോടൊപ്പം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറുകളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ കർഷകർ വലിയ പ്രതിഷേധ മാർച്ച് ദില്ലിയിലേക്ക് സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കർഷക സമരങ്ങളെ സമാനമായിട്ടുള്ളൊരു രീതി ഇത്തവണത്തെ സമരത്തിനും ഉണ്ടാകുമെന്നുള്ള തന്നെയാണ്. ഈ കൊടും തണുപ്പിനെ അടക്കം വകവെക്കാതെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നുള്ളതാണ് സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബില്ല് അല്ലെങ്കിൽ ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയാണെങ്കിൽ അത് നിയമമായി വരികയാണ്. ഈ നിയമം പിൻവലിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം തന്നെ അവർ മുൻനിർത്തുകയാണ്. തീർച്ചയായും മഞ്ഞിനെ അതിജയിക്കുന്ന വലിയ കനത്ത സമരം ഒരിക്കൽ കൂടി ഇതാ തലസ്ഥാന നഗരം അടക്കം രാജ്യം കാണാൻ പോവുകയാണ്. വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതെന്ന് തുടങ്ങുകയാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൽ റഷീദ് നൽകിയത്.